ഡിസംബർ 24 ഈ ക്രിസ്മസ് തലേ രാത്രിയിൽ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് സുപ്രധാനമായ ചില ബഹ്റിൻ വാർത്താ അപ്ഡേറ്റ്സിലേക്ക് ഈ ലൈവിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപക്ഷെ ലോകത്തിലാദ്യമായി വാക്ക്-ഇൻ വാക്സിൻ എന്ന പ്രയോഗത്തിലൂടെ ആളുകളുടെ അടുത്തേക്ക് വാക്സിൻ കൊണ്ട് കൊടുക്കുന്ന ഒരു സമ്പ്രദായത്തിന് തുടക്കം കുറിക്കുന്ന രാജ്യമായി ബഹ്റൈൻ മാറുകയാണ്. ഏതായാലും ഗൾഫ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ആദ്യത്തെ രാജ്യം ഈ പദവിയിലേക്ക് പോകുന്ന എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന രീതിയിലാണ് സാങ്കേതിക സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ബഹ്റൈൻ ഭരണാധികാരികൾ സ്വദേശികൾക്കും വിദേശികൾക്കുമായി ഇപ്പോൾ വാക്സിൻ വിതരണം ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ട സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു. അടുത്ത ദിവസം മുതൽ ആളുകൾ കൂടുതലായി താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയകളിലേക്ക് വാഹനങ്ങളിൽ അങ്ങോട്ട് പോയി ആളുകൾക്ക് റാൻഡമായി മുന്നോട്ട് വന്ന് വാക്സിൻ ഒന്നാമത്തെ ഡോസ് സ്വീകരിക്കാൻ പറ്റുന്ന സാഹചര്യം എത്തുകയാണ് എന്നറിയണം. 21 ദിവസം കഴിയുമ്പോൾ അവർക്ക് വീണ്ടും വാക്സിൻ എടുക്കാനുള്ള സൗകര്യം കൊടുക്കുന്ന തരത്തിൽ രണ്ടാം ഘട്ടവും സജ്ജീകരിക്കും ബഹ്റൈൻ. ഇത് മറ്റെവിടെയും പ്രാബല്യത്തിൽ വന്നിട്ടില്ല. യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലുമൊക്കെ ആളുകൾ, ഭരണാധികാരികൾ, ഉദ്യോഗസ്ഥർ, ആരോഗ്യ വിദഗ്ധർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിനൊരുപാട് കൂളിംഗ് സിസ്റ്റവും കോൾഡ് ചെയിനും സാങ്കേതിക വിദ്യകളുമൊക്കെ വേണം. പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥർ വേണം. അതിനുവേണ്ടി സന്മനസ്സുള്ള ഭരണാധികാരികൾ വേണം. ഇതെല്ലാം ഒത്തുചേർന്നുകൊണ്ട് ബഹ്റൈൻ സ്വദേശികളെയും വിദേശികളെയും ഒന്നുപോലെ കരുതിക്കൊണ്ട് ഈ വിഷയവുമായി മുന്നോട്ട് പോകുന്നു എന്ന് ബഹ്റൈനിൽ കഴിയുന്ന എല്ലാ പ്രവാസികൾക്കും സ്വദേശികൾക്കും അഭിമാനിക്കാവുന്ന വിഷയമാണെന്ന് ബഹ്റൈൻ വാർത്ത ഓർമ്മിപ്പിക്കട്ടെ. പിന്നെ രജിസ്ട്രേഷന്റെ കാര്യം, അത് രണ്ട് കാര്യങ്ങളും പറയാം. കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത അനുസരിച്ച് ഇനിയിപ്പോൾ ഈ രജിസ്ട്രേഷൻ വേണ്ട വാക്സിൻ കിട്ടാൻ healthalert.gov.bh അതിൽ പോയി ഒന്ന് രജിസ്റ്റർ ചെയ്യൂ, അപ്പോയിന്റ്മെന്റ് എടുക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അത് വേണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 2 മണിക്കൂർ മുമ്പ് വന്ന മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ ഒരു ഫേസ്ബുക്ക് പേജിൽ പറയുന്നു, ഒരു പോസ്റ്റിൽ പറയുന്നു, നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഒത്തിരി ആളുകൾ കൂടുതലായിട്ട് തിക്കും തിരക്കും ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്തിട്ട് വരണമെന്ന് പറയുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങളും നമുക്ക് തൽക്കാലം പരിഗണിക്കാം. രജിസ്റ്റർ ചെയ്തിട്ട് പോകുന്നവർക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുമെങ്കിൽ, നമ്മളെ കൊണ്ടൊരു തിക്കും തിരക്കും ഒഴിവാക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതൊരു സാമൂഹിക ബാധ്യതയാണെന്ന് കരുതി നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ. അപ്പോൾ രജിസ്ട്രേഷൻ വേണ്ട എന്നാണ് മറുപടി വരുന്നതെങ്കിൽ ഒരിടം നോക്കി നമുക്ക് പോയിട്ട് വാക്സിൻ എടുക്കാമല്ലോ. ഇനി ഒരു കേന്ദ്രം തുറന്നിരിക്കുന്നു, അവിടെ തിരക്കില്ല, നേരിട്ട് പോകുമ്പോൾ രജിസ്ട്രേഷൻ ഇല്ലാതെ വാക്സിൻ കിട്ടുന്നെങ്കിൽ നല്ല കാര്യം, അതും കിട്ടിക്കോട്ടെ. ഏതായാലും 2 കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിൽ ഞങ്ങൾ വെക്കുകയാണെന്ന്. ഈ ഡിസംബർ 24 രജിസ്റ്റർ ചെയ്യാതെ പോകാം എന്ന് വന്നിരിക്കുന്ന ഒരു ഉത്തരവ്, നാളെ മുതൽ അങ്ങനെയാണെന്ന്. രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട ID ആണ് healthalert.gov.bh. ഇതാരെങ്കിലും കേൾക്കുന്നവർക്കത് കൃത്യമായി മനസ്സിലായെങ്കിൽ അത് ഈ കമന്റ് ബോക്സിൽ നിട്ടാൽ ബാക്കിയുള്ളവർക്ക് കൃത്യമായിട്ടത് ഉപയോഗിക്കാം എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. healthalert.gov.bh. ആരെങ്കിലും ഒന്ന് ടൈപ്പിംഗ് ഇടണേ. 183 കേസുകളാണെന്ന്. അതിൽ 90 പേർ പ്രവാസികൾ, 160 പേർ റിക്കവറിയായി, 1641 പേർ ആക്റ്റീവായി കഴിയുന്നു. ഇന്നും മരണമില്ലാത്തതിന്റെ ആശ്വാസം ബഹ്റൈനുണ്ട്. 18 പേരാണ് ക്രിട്ടിക്കലായി കഴിയുന്നത്. ഏതായാലും ബഹ്റൈൻ രോഗമോചനത്തിന്റെ സുപ്രധാനമായ ആശ്വാസ തീരത്തിലേക്ക് തന്നെയാണ് എന്നാണ് ഈ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഈ പുതിയൊരു UK വൈറസ് സ്ട്രെയിൻ ജനിതക പരിവർത്തനത്തിന് വിധേയമായി ലോകം മുഴുവൻ പേടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അലകൾ ബഹ്റൈനിലും മാർക്കറ്റിലെ പ്രതിഫലനമായി മാറി എന്ന് നമ്മളൊന്നറിയണം. അതായത് പൊതുവെ ഹോട്ടൽ എടുക്കാൻ വേണ്ടി ആരും വരുന്നില്ല. റെസ്റ്റോറന്റുകളിലൊക്കെ ആളുകളൊന്ന് കുറഞ്ഞു പെട്ടെന്ന് 2-3 ദിവസം മുമ്പ്. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്.
എന്നാൽ ഇന്നിപ്പോ ക്രിസ്മസിന്റെ രാത്രിയിലേക്ക് പ്രഭാതം ക്രിസ്മസ് പുലരിയാണ്. അതിലേക്ക് പ്രവേശിക്കുമ്പോൾ പല ഹോട്ടലുകളും, വലിയ ഹോട്ടലുകളൊക്കെ ക്രിസ്മസ് ബ്രഞ്ച് ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് വരികയാണ്. രാവിലെ ഒരു 10 മണിക്ക് പോയാൽ ബ്രേക്ക്ഫാസ്റ്റോട് കൂടി ലഞ്ച് വരെ ഇരുന്ന് കഴിക്കാവുന്ന, പിന്നെ ഡിന്നറിന് പ്രത്യേക പദ്ധതികൾ, ഈവന്റ്സ്, എന്റർടൈൻമെന്റ് എല്ലാമായിട്ട് മുന്നോട്ട് പോകുന്ന രീതികളൊക്കെ പല റെസ്റ്റോറന്റുകളും ഹോട്ടലുകളും ആവിഷ്കരിക്കുകയാണ്. നാളെ മുതൽ അതൊന്ന് ഉഷാറാകും എന്ന് വിചാരിക്കുകയാണ്. തംകീന് കിട്ടിയൊരു പ്രപ്പോസൽ, ഈ ബഹ്റൈനീസ് ആയിട്ടുള്ള മാധ്യമപ്രവർത്തകർക്ക് ആനുകൂല്യങ്ങൾ തുടർന്നും കിട്ടാവുന്ന വിധത്തിൽ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാമോ എന്ന്. സ്വദേശികൾക്ക് കിട്ടിയാലും മതി ആനുകൂല്യം, വിദേശികൾക്ക് പരോക്ഷമായിട്ട് അതിന്റെ ഒരു ഗുണം കിട്ടും. ആരുടെ കയ്യിൽ പൈസ വന്നാലും അത് മാർക്കറ്റിൽ ചെലവഴിക്കുമല്ലോ, ചെലവഴിക്കൽ ശീലം കൂടുമല്ലോ. ഒരുപാട് മലയാളികൾ ബഹ്റിനിൽ കച്ചവട രംഗത്തുണ്ടല്ലോ, ആ തൊഴിലാളികൾക്കും അവരുടെ സ്ഥാപനങ്ങൾക്കും ഗുണമല്ലേ എന്ന് കരുതിയിട്ട് നമുക്ക് ആർക്കെങ്കിലും കിട്ടട്ടെ എന്ന വിശാല വീക്ഷണം സ്വീകരിക്കൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ പെട്ടാൽ അതികർശനമായ നിയമ ഇടപെടലുകൾ നടത്തുമെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കിയിരിക്കുകയാണ്. 2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാം. ഞങ്ങൾ തലക്കെട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ബഹ്റൈൻ സ്വദേശികളായ 2 പേർ, ഒരു 35-കാരൻ കഞ്ചാവ്, ക്രിസ്റ്റൽ മെത്ത് എന്ന് പറയുന്ന മയക്കുമരുന്ന്, ഇതൊക്കെ കള്ളക്കടത്തായി കൊണ്ടുവന്നിട്ട് ശിക്ഷിക്കപ്പെട്ട് അപ്പീലിന് പോയി ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയാൻ ശ്രമിച്ചു. പക്ഷെ അപ്പീൽ കോടതി തള്ളിക്കളഞ്ഞു. 5 വർഷം ജയിൽ ശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. സ്വദേശിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയമത്തിന് അങ്ങനെ കണ്ണും കാതും വെച്ചിട്ടില്ല. സ്വദേശിയെന്നോ വിദേശിയെന്നോ വ്യത്യാസമില്ല. ഇതൊക്കെ പറഞ്ഞു വരുന്നത് കുറ്റകൃത്യങ്ങളുടെ വാസന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ്. 2ാമത്തെ കേസ് പറയാം. ഒരു വനിതയെ ഒന്ന് ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിലിംഗ് ചെയ്തിട്ട് അവരുടെ ചിത്രങ്ങൾ എന്താ പ്രദർശിപ്പിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം സഹികെട്ട് ഒരു 4 വയസ്സുള്ള കുഞ്ഞിന്റെ മാതാവായ വനിത ആത്മഹത്യ ചെയ്തു. അതിലേക്ക് പോയി. അതിൽ കുറ്റക്കാരനായ ബഹ്റൈൻ സ്വദേശി ഇപ്പോൾ 1 വർഷത്തെ ജയിൽ ശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്നു. കൊടുത്ത അപ്പീലുകളെല്ലാം പിൻവലിക്കപ്പെടുകയോ നിരാകരിക്കപ്പെടുകയോ ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരാളെയും ചിത്രങ്ങൾ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാനൊന്നും ഒരു സ്വദേശിയെയും അനുവദിക്കില്ല എന്നാണ് നിയമം പറയുന്നത്, നിയമപരിപാലനം വ്യക്തമാക്കുന്നത്. ഈ 2-3 സംഭവങ്ങൾ പറയുന്നത് നമ്മൾ കുറ്റവാസന ഇല്ലാതെ ബഹ്റിനിൽ ജീവിക്കാൻ വേണ്ടിയാണ് എന്ന് മാത്രം പ്രവാസികൾ അറിയുക. ലുലു എക്സ്ചേഞ്ച് 7ാം വാർഷികത്തിന്റെ നിറവിലാണ്. എത്ര പേർക്കാണ് സമ്മാനങ്ങൾ ഈ സമയത്ത് ഒരുക്കിയിരിക്കുന്നത്. മെഗാ നറുക്കെടുപ്പ് ജനുവരി 5-നാണ്. ഇനിയും ഒരു ട്രാൻസാക്ഷൻ നടത്തിയിട്ടില്ലേ? ക്രിസ്മസ് വരുന്നു, ന്യൂ ഇയർ വരുന്നു. ഒരു ട്രാൻസാക്ഷനെങ്കിലും നടത്തിയിട്ട് ഈ പട്ടികയിൽ വരാൻ നോക്കൂ. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത നിരവധി സമ്മാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ലുലു എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ലുലു മണി എന്ന് പറയുന്ന ആപ്പിലൂടെ നടത്തിയാലും മതി, ആപ്ലിക്കേഷനിലൂടെ അങ്ങനെയെങ്കിലും നടത്തിയിട്ട് ഒരു ട്രാൻസാക്ഷൻ നടത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ റാഫിഡിൽ കടന്നു വരും, സമ്മാനം കിട്ടും. ബഹ്റിനിലെ ടോപ്പ് ഗ്രാൻഡ് ട്രാവൽസ് ഏറ്റവും കുറഞ്ഞ ചെലവിൽ എയർ ടിക്കറ്റുകൾ, അതും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് കൃത്യമായിട്ട് പറഞ്ഞു പഠിപ്പിച്ചിട്ട് ഏൽപ്പിച്ചിട്ട് പോകും. അങ്ങനെ ഒരു പുതിയ സംവിധാനം ടോപ്പ് ഗ്രാൻഡ് തുടങ്ങിയപ്പോൾ വലിയ സ്വീകാര്യത കിട്ടിയിരിക്കുകയാണ്. വിളിക്കാം 33347579 33 34 75 79. അതിൽ വിളിച്ചിട്ട് ടിക്കറ്റിന്റെ റേറ്റ് എത്ര, എപ്പോൾ പോകാൻ പറ്റും, എന്താണ് ഓപ്ഷൻസ്, എത്രയൊക്കെയാണ് ചാർജ് കുറച്ച് കിട്ടുക, വീട്ടിൽ കൊണ്ട് കിട്ടാൻ ചാർജ് കൊടുക്കണമോ, അങ്ങനെ സർവീസുകളെ കുറിച്ചൊക്കെ ചോദിച്ച് ടിക്കറ്റ് ഭദ്രമായി വീട്ടിൽ കിട്ടുന്ന, ട്രാഫിക്കിലൊന്നും ഇറങ്ങിപ്പോകണ്ട, വെയിലത്ത് പോകണ്ട, മഞ്ഞത്ത് പോകണ്ട, തണുപ്പത്തൊന്നും ഇറങ്ങണ്ട, കൊണ്ടുതരുന്ന സ്കീം പ്രയോജനപ്പെടുത്തു. ക്രിസ്മസ് പ്രമാണിച്ച് സെന്റ് മേരീസ് കത്തീഡ്രലിൽ ജനന പെരുന്നാൾ ശുശ്രൂഷ നടന്നു. നിരവധി പേർ പങ്കെടുത്തു. ആളുകൾക്ക് വളരെയധികം ആശ്വാസം കിട്ടുന്ന വിധത്തിൽ വലിയൊരു മാർക്കറ്റ് ചലനം ഉണ്ടായി വരുന്നു ബഹ്റിനിൽ. ഈ 5-6 ദിവസം കൂടി കഴിഞ്ഞിട്ട് വരുന്ന പുതുവത്സരത്തെ വരവേൽക്കാൻ വേണ്ടി ബഹ്റിനും ഒരുങ്ങുകയാണ്. മറ്റു പല രാജ്യങ്ങളുടെയും കണക്ക് പറയുമ്പോൾ സൗദിയിൽ 189 രോഗബാധയും 11 മരണവും, UAE-യിൽ 2 പേർ മരിച്ചു, കുവൈറ്റിലും 2 പേർ മരിച്ചു, ഖത്തറിലും ഒമാനിലും ബഹ്റിനിലും മരണം ഇല്ലാത്ത ദിവസം എന്ന് പറയുമ്പോൾ ഗൾഫ് മൊത്തത്തിൽ
രോഗത്തിന്റെ പിടിയിൽ നിന്നൊന്ന് മാറി വരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതനുസരിച്ച് നമ്മുടെ കച്ചവടവും തൊഴിലും എല്ലാം മെച്ചപ്പെട്ടു വരട്ടെ. നമ്മുടെ ജീവിതങ്ങളും ഭദ്രമാകട്ടെ. ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകളോടെ ബഹ്റിൻ വാർത്തയുടെ ഡിസംബർ 24 നെറ്റ് അപ്ഡേറ്റ്സ് ലൈവ് സമാപിക്കുന്നു. നന്ദി.